സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കയ്യിൽ നിന്ന് വരെ മൊമെന്റ് വാങ്ങിച്ച ഒരാള്. അതിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന 3 പേർക്കായിരുന്നു സച്ചിൻ്റെ ഗിഫ്റ്റ് കിട്ടുന്നത്. അന്നും എയർപോർട്ട് തന്നെ ഓടിയത്. മാരത്തോണിന് ഓടിയിട്ട് ഷൂ ഉണ്ടായിരുന്നില്ല. ഒരു ഷൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാരത്തോണിന് ആള് പങ്കെടുത്തത് പോലും. അങ്ങനെയാണ് ആൾ ഓടി ആ ഒരു പ്രൈസ് കിട്ടിയത്. വാങ്ങാനുള്ള സാമ്പത്തികം ഉണ്ടായില്ല. അത് നല്ല ഷൂ എന്ന് പറയുമ്പോ കുറച്ച് റേറ്റ് ആവും. അതുകൊണ്ട് വാങ്ങാണ്ടിരുന്ന. ആ വീഡിയോ ചെയ്ത ആൾ എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചത്? ചേട്ടനെ നേരത്തെ അറിയുന്ന ആളായിരുന്നു? അല്ല, അറിയുന്ന ആളല്ല. ആ മത്സരം ആളെ കവർ ചെയ്യാൻ വന്നിട്ടുണ്ടായേ. അപ്പൊ ആള് പറഞ്ഞു വെറുതെ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് ഷൂ കിട്ടിയായില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് ആളെടുത്തത്. അതിനുശേഷം ഞങ്ങളുടെ അവിടുത്തെ ക്ലബ്ബ് ആ വീഡിയോ വരലതിന് ശേഷം ക്ലബ്ബിൽ നിന്ന് ഒരു ഷൂ മേടിച്ചു തന്നു. ആ ഷൂട്ടാണ് ഇപ്പോഴും മാരത്തോൺ മത്സരിക്കുന്നത്. രതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ഞങ്ങളുടെ ക്ലബ്ബിൽ തന്നെയുള്ള ആളാണ് എനിക്ക് ഫസ്റ്റ് ഷൂ തന്നത്. അതായത് ഈ മാരത്തോൺ വൈറലാവണ വീഡിയോക്കാൾ മുന്നേ ആളൊരു ഷൂ തന്നിട്ടുണ്ടായി. 3000 രൂപ ഷൂ ആളാണ് മേടിച്ചു തന്നത്. ഷൂ ഇടാതെ ഓടുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തായാലും ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ അത് കൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എങ്ങനെയാ? ഷൂ ഇടാണ്ട് ഓടുമ്പോ ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും കാലുമ്പോൾ തൊലിയൊക്കെ പോയി കൊടുക്കും. ഒന്നാമത് റോഡും വളരെ മോശമായിരിക്കും. അപ്പൊ എന്തായാലും കാലും വരെ പോയിട്ടുണ്ടാവാറുണ്ട്. പിന്നെ ഈ വില കുറഞ്ഞ ഷൂ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതിലും ഷൂ ഇടാണ്ട് ഓടുന്നത് ഇതിനും തണ്ടലിനും പ്രശ്നം വരാൻ പാടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്.